നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കുന്നത് ബെഡ്ഷീറ്റും പിന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലൗസും. ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലൗസ് ഒരു 4 ടൈപ്പ് ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബ്ലൗസ് ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ബ്ലൗസിൻ്റെ ഇതൊന്ന് കേട്ടിട്ട് പോണേ. ബ്ലൗസ് ബെഡ്ഷീറ്റൊക്കെ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഇതൊന്ന് കേട്ടിട്ട് പോണേ. നമ്മളൊരു ഗീവ് അവേ വെക്കുകയാണ്. 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കൊടുക്കുന്നത് ഒരാൾക്ക്. ഏറ്റവും നല്ല കമൻറ്റിനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് വരുമല്ലോ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കണം. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു നല്ല കമൻറ്റ്, സുന്ദരമായ കമൻറ്റ്, മോശം കമൻറ്റ് വേണ്ട. ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്ക് കിട്ടേണ്ടതല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും മനസ്സിലാഗ്രഹിക്കുന്നതല്ലേ നമ്മൾ പറയേണ്ടത്. ഞാൻ പറയുന്ന നല്ല കമൻറ്റിന് നല്ല കമൻറ്റും ഇടുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇത് ഒന്ന് കമൻറ്റിന്, ഒന്ന് സബ്സ്ക്രൈബിന്, ഇതിന് രണ്ടിനും കൂടെ 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. കമൻറ്റിനൊരു ഗിഫ്റ്റ് വൗച്ചർ, സബ്സ്ക്രൈബിനൊരു ഗിഫ്റ്റ് വൗച്ചർ, അതായത് ടോട്ടൽ 2000 രൂപയുടെ. അപ്പോൾ അതൊന്ന് ചെയ്യണം കേട്ടോ. ഇന്ന് തൊട്ട് അടുത്ത വ്യാഴാഴ്ച വരെ, ഒരാഴ്ചത്തേക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എത്രയും പെട്ടെന്ന് അയക്കുവാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം എനിക്കറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇഷ്ടം പോലെ സ്ക്രീൻഷോട്ട് വരുമെന്ന് ഉറപ്പുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ ലോട്ടിട്ടെടുത്തിട്ട് വേണം ഗിഫ്റ്റ് അയക്കുന്നത്. താങ്ക് യു. അതുപോലെ കമൻറ്റ്, നല്ല കമൻറ്റും. ഇത് താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. റീസ്റ്റോക്ക് വീഡിയോ അല്ല ഇത്. ശരിക്കും ഇത് പുതിയ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 4 ടൈപ്പ് ബ്ലൗസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബ്ലൗസിൻ്റെ വീഡിയോ മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. പുതിയ മോഡലും പഴയതിൻ്റെ റീസ്റ്റോക്കും എല്ലാം കൂട്ടി. പുതിയ മോഡൽ കണ്ടു കഴിയുമ്പോൾ ഇനി പഴയത് വേണ്ടെന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളി ബ്ലൗസാണ് വരുന്നത്. സത്യമായിട്ടും പറയാം, ചുമ്മാ അല്ല. അത് നമുക്ക് അന്നേരം അതിനെപ്പറ്റി സംസാരിക്കാമല്ലോ അല്ലേ. എന്തിനാ എപ്പോഴേ പറയുന്നത്. ആദ്യം ബെഡ്ഷീറ്റ് കാണിക്കാം. ബെഡ്ഷീറ്റ് ഇന്ന് കാണിക്കുന്നത് ഫാമിലി കോട്ടും ഡബിൾ കോട്ടും മാത്രമാണ്. ഫാമിലി കോട്ട് എന്ന് പറയുന്നത് ഞാൻ എന്നും കാണിക്കുന്ന ബെഡ്ഷീറ്റ്. ഞാൻ 99% ഈ ഒരു മെറ്റീരിയലുള്ള ബെഡ്ഷീറ്റാണ് കാണിച്ചിട്ടുള്ളത്. ഇതുവരെ എനിക്ക് ബെഡ്ഷീറ്റിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടേ ഇല്ല. അതായത് ഒരു 1.5 വർഷമായിട്ട് ബെഡ്ഷീറ്റ് കാണിക്കുന്നുണ്ട്. ബെഡ്ഷീറ്റിന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞല്ല, ഒരു സജഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്ന് വർക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന്. അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം ഇത് ബണ്ടിലായിട്ട് വന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് അളവിൽ എടുക്കുന്ന. പിന്നെ അത് മുഴുവൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. നമ്മുടെ ടൈലേഴ്സിന് വേറെ ഒരു പരിപാടി നടക്കില്ല എന്നുള്ള അവസ്ഥയാവും. പിന്നെ ഇത് സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്ന എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്. സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. സാറ്റിൻ കോട്ടനെ പറ്റി അറിയാവുന്നവർക്കറിയാം. സാറ്റിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇച്ചിരി ഭയങ്കര മിനുസം കൂടി പടവളാന്ന് ഒഴുകി പോകുന്ന ഒരിതാണ്. ഇതങ്ങനത്തെ ബെഡ്ഷീറ്റല്ല. നിങ്ങൾ ആ സാറ്റിൻ്റെ സോഫ്റ്റ്നെസ് മാത്രം ഓർത്താൽ മതി. കോട്ടൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഒട്ടും ചൂടെടുക്കുന്നതല്ല. നമുക്ക് ചിലപ്പോൾ കയ്യെ പിടിച്ച് നോക്കുമ്പോൾ തോന്നും ഇത് മിക്സ് ഉണ്ടോ, മിക്സ് ഉള്ള ബെഡ്ഷീറ്റാണോ. അല്ല, മിക്സ് ഉള്ളതല്ല. ഞാൻ ഇത്രയും പറയാനില്ല. പ്രാവശ്യം ഞാനിത് പറഞ്ഞത് ഇതിന് ഗ്യാരണ്ടി ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഒരൊറ്റ ഇത് ഈ മോഡലല്ലാത്ത ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല. അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് കംഫർട്ടാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. കളർ ഇളകത്തില്ല. എടുത്ത് കഴുകാൻ വാഷിംഗ് മെഷീനിനകത്താണെങ്കിൽ എടുത്ത് കഴുകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വാഷിംഗ് മെഷീനിൽ കഴുകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കിടക്കാനാണ് ഏറ്റവും സുഖം. നമുക്കൊരു കംഫർട്ട് സ്ലീപ്പ് തരും. പിന്നെ ഒരു ബെഡ്ഷീറ്റിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്. ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വക്ക് അടിച്ചിട്ടില്ല. നിങ്ങളത് പറ്റുന്നവർ സ്വയം അടിച്ചിട്ട് ഇടുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി നൂലിങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ 1-2 എണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കും. അത്രേ ഉള്ളൂ. അത് പക്ഷേ ഇത് പലതിൻ്റെയും പോകുന്നത് ഹെഡിൻ്റെ അവിടെയും കാലിൻ്റെ അവിടെയായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ചിലരൊക്കെ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്ന ഹെഡിൻ്റെ അവിടെ എന്താണേലും ബെഡിനകത്തേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. കാലിൻ്റെ അവിടെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് താഴേക്ക് തൂവിയിടും. ചിലർ അതിനകത്തേക്ക് മടക്കി കയറ്റി വെക്കും. അത് മടക്കി കയറ്റി വെക്കുന്നവർക്ക് പ്രശ്നമില്ല. തൂവിയിടുന്നവർക്ക് ഒരു ഇച്ചിരി അതൊന്ന് അടിക്കുവാണെങ്കിൽ ഒരു കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഒരു വൃത്തികേടും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇച്ചിരി മടിച്ചാൽ ഞാൻ എല്ലാം ഒന്നും അടിക്കത്തൊന്നുമില്ല. ഇപ്പം എനിക്ക് ഏത് പുതിയ ബെഡ്ഷീറ്റ് കണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടുന്ന മോഡലാണ് എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ബെഡ്ഷീറ്റ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉണ്ട്, സ്വന്തം ആവശ്യത്തിനുള്ളത്. ഇത് ഫാമിലിയാണ്. നല്ല നല്ല ലൈറ്റ് ഷെയ്ഡ് കണ്ടോ, ഒരു ചെക്ക് ഷെയ്ഡാണ്, ലൈറ്റാണ്. ഇത് മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡബിൾ ഉണ്ട്. ഇത് ഇങ്ങനെ മുഖത്തെടുക്കണം കണ്ടോ.
ഇങ്ങനെ നിവർത്തെടുക്കണം ഒരു സൈഡ്. അത്രയും തന്നെ, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ താഴോട്ടല്ലേ ഇത് ലെങ്ത്. ഇതൊരു സൈഡ് വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. ആ ഒരു ചെക്കിൻ്റെ ഒരു പോർഷൻ കുറച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ. ഞാൻ തന്നെ തിരിഞ്ഞു പോകും. ഇതെങ്ങനെ മൊത്തത്തിൽ കാണിക്കാൻ പറ്റുമോ? എൻ്റെ കൈക്ക് അത്ര നീളമില്ലല്ലോ. നല്ല വൃത്തിയാണ് റൂമിൽ വിരിച്ചിട്ടിരിക്കുന്നത് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇരിക്കും. ഒരു സൈഡ് വരും, ഇതിങ്ങനെ വരും. നല്ലൊരു എന്നാ പറയുക, നല്ലൊരു മോഡലാണ്. വിരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെക്കാണ് ഡിസൈൻ. പിന്നെ ഈ ലൈറ്റ് ഷെയ്ഡിന് എപ്പോഴും ഒരു പ്രത്യേകതയാണല്ലോ. ഇതിൻ്റെ തന്നെ അല്ല ഡബിൾ ഉള്ളത്. ഡബിൾ ഒരു മോഡലിൻ്റെ മാത്രമേ സെയിം ഡബിളും ഫാമിലി ഉള്ളൂ. ബാക്കിയെല്ലാം ഡബിൾ വേറെ, ഫാമിലി വേറെ. അപ്പം നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം. പിന്നെ ഇത് പിന്നെ ഇങ്ങനെ ഒരു ഭാഗം ചിലർക്ക് മാത്രം, വളരെ ചിലർക്ക് മാത്രം ഇത് അറിയത്തില്ല. പിന്നെ ഇതിന് ഒരു കാര്യം പറയാൻ പറഞ്ഞു, പില്ലോ വിത്ത് പില്ലോ ഇല്ല കേട്ടോ. പില്ലോ ഇല്ലാതെയാണ്, ബെഡ്ഷീറ്റിൻ്റെ മാത്രമാണിത്. ഇതിൻ്റെ കൂടെ പില്ലോ ഇല്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അയ്യോ മറങ്ങാനും പോയി. ഇതുണ്ടോ, ഇതെന്ന് പറയുന്നത് തേര് അല്ലെങ്കിൽ ഇതിനെന്തോ പറയുക, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ഇതിങ്ങനെ നൂല് പൊങ്ങിയിരിക്കുന്ന, ഇത് ഡാമേജോ അങ്ങനെയൊന്നുമല്ല. ഇത് അഴിഞ്ഞു പോകത്തുമില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ ഒരു ഷോൾ എടുത്ത് നോക്കിയാലും സാരി എടുത്ത് നോക്കിയാലും സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ നൂലിരിക്കുന്നേ ഇല്ലെന്നേ ഉള്ളൂ. അത് ആ വീവ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും അവസാനം വെച്ച് അത് വലിച്ചെടുക്കുന്നതാണ് ആ ഒരു സാധനം. ഇത് ചിലരുടെ വിചാരിച്ചത് ഡാമേജ്, ചിലരുടെ അല്ല, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൽ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഓരോ പ്രാവശ്യം ബെഡ്ഷീറ്റ് കാണിക്കുമ്പോൾ ഞാൻ പറയും ഇത് ഇതാണ് ഡാമേജ് അല്ല അത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു പുള്ളിക്കാരത്തി തർക്കിക്കുവാണ്. ഇതിങ്ങനെ വന്ന് അങ്ങ് പോകും എന്നാണ്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അത് വന്നിട്ടൊന്നുമില്ല, അറിയത്തില്ലാതെ പറയുന്നതാണേ. ഇതൊരു ആഷ് ഷെയ്ഡ് വൈറ്റ്, മറ്റേത് ഒരു ക്രീം ഷെയ്ഡായിരുന്നു ആദ്യത്തേത്. അത് അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഇതും ലൈറ്റ് ഷെയ്ഡാണ്, ആഷിൻ്റെ ലൈറ്റ് ഷെയ്ഡ്. ഇങ്ങനെ ഇരിക്കും ഡിസൈൻ. ഫാമിലിയാണ്. ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ അത്രയും തന്നെയുണ്ട്. ഓരോന്നും നോർത്തി കാണിക്കാൻ എനിക്ക് വയ്യ, കാണിക്കണ്ടല്ലോ, അറിയാലോ. അത്രയും തന്നെ അളവാണ്, ഡിസൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇത്തിരി കൂടി ഡാർക്ക് വേണമെങ്കിൽ ഇതേ അത്രയും. ടീച്ചർക്ക് തീരെ ലൈറ്റ് പറ്റത്തില്ല. കുഞ്ഞുങ്ങളുള്ളവർ സത്യത്തിൽ ലൈറ്റ് വാങ്ങിക്കണം. കുഞ്ഞുങ്ങൾ മീൻസ് ഓടി നടക്കുന്ന കുസൃതി കുരുന്നുകളില്ലേ, ഒരു 7, 6, 5, 4 ആ പ്രായമുള്ളവർക്ക്. അവിടെയുള്ളവർക്ക് പിള്ളേർക്ക് തീരെ ലൈറ്റ് ഇടുമ്പം പെട്ടെന്ന് ചാടിയൊക്കെ കയറും. അങ്ങനെയൊക്കെ അമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തോ. ലൈറ്റാണ് താനും. പിന്നെ ഈ ലൈറ്റ് ഷെയ്ഡാണ് എപ്പോഴും വിരിച്ചിട്ടേക്കുന്ന കാണാൻ നല്ല ഭംഗി. നമ്മളിപ്പോൾ റൂമിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുവാണെങ്കിലും ലൈറ്റ് ഷെയ്ഡ് ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് കണ്ടു കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് കർട്ടൻസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ഇല്ലേ? സമാധാനമായ അന്തരീക്ഷം കിട്ടും. സമാധാനം മനസ്സിൽ നിന്നുണ്ടാകുന്നു, അത് ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടുണ്ടാകില്ല. തന്നെ നമ്മൾ എന്നെ ഉണ്ടാക്കണം അല്ലേ? എൻ്റെ ഹസ്ബൻഡ് പറയുന്ന പോലെ ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിധി. നമ്മുടെ വിധി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള. ഇന്ന് നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ കാര്യമാണ് നാളെ വിധിയായിട്ട് വരുന്നത്. ഇതടുത്തത് കമൻ്റ് അല്ല വന്നത്, സൈഡിൽ നിന്ന് വന്നത് ആക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത്. ആക്ഷൻ. നല്ല ബെഡ്ഷീറ്റ് കേട്ടോ, നല്ല എന്നാ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം. ഈ റേറ്റിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളത്. ഇങ്ങനെയാണോ? ഓ എൻ്റെ കയ്യിൽ ഇങ്ങനെ പോകത്തില്ലെന്നേ. ബെഡ്ഷീറ്റ് ഇങ്ങനെ ഒന്നും പറയാത്ത ആക്ഷൻ കിങ്ങിയോടെ ഇതൊക്കെ പറയും. ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വിരിച്ച് കഴിയുമ്പോൾ ആ സ്റ്റിക്കർ ഇല്ലാത്ത വശം കാണിക്കാതെ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഗാദറിങ്ങോ ഒക്കെ ഉള്ളപ്പം, നമ്മൾ വീട്ടിൽ ഗാദറിങ് ഒക്കെ ഉള്ളപ്പോഴെങ്കിൽ ലൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിരുന്നു. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴൊക്കെ അതൊരു പ്രത്യേക ഒരു എടുപ്പാണ്. എൻ്റെ അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ആരോഗ്യറി അതിനകത്തൊന്നും അങ്ങനൊന്നും ആരും പറയാറില്ല കേട്ടോ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഗീവവയുടെ കാര്യം ഞാൻ പറയട്ടെ. ആദ്യം കട്ട് ചെയ്തിട്ടിട്ടാൽ മതി അല്ലേ? ഞാൻ പറയാവേ. എൻ്റെ ലൈറ്റുമാണ് ഒരേ സമയം ലൈറ്റുമാണ് ഡാർക്കുമാണ്. നല്ലൊരു ഡിസൈൻ ഉണ്ടോ? എല്ലാം നല്ല വെറൈറ്റി ഡിസൈൻസ് അല്ലേ? ഒരുമാതിരി എന്താ പറയുക, നല്ല ഒരു ലുക്കുള്ള ഡിസൈൻസ് തന്നെയല്ലേ? ആരാ കൊണ്ടുവന്നത്? ഞാനല്ലേ? ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് വിമൽ കുമാർ.
അയ്യോ, ഞാനിങ്ങനെ സിനിമ ഡയലോഗ് ആട്ടോ പറയുന്നേ. നാട്ടുകാരെ എന്നെ കുഞ്ഞോന്ന് വിളിക്കും. എന്നെ വിളിക്കുന്നത് വിമൽ കുമാറിനാ. കുഞ്ഞിക്കുഞ്ഞ് സിനിമയ്ക്കകത്ത് ദിലീപിന്റെ ഡയലോഗ്. ഇതാ ഇപ്പൊ കാണിച്ച ഏറ്റവും ലാസ്റ്റ് കാണിച്ചതിന്റെ മാത്രം സിംഗിളും അവൈലബിളാ. സോറി ഡബിളും അവൈലബിളാ. സിംഗിൾ ഇല്ല കേട്ടോ, ഇന്ന് സിംഗിൾ കാണിക്കുന്നില്ല. ഒരേ സാധനം തന്നെ ഡബിളും സിംഗിളും വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക. ഇതിന് മാത്രമേ ഉള്ളൂ ഒരേ ഡിസൈനിൽ ഡബിളും സിംഗിളും വരുന്നത്. പിന്നെ നിങ്ങൾ ഫോട്ടോ എന്താ പറയുന്നത്, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും അത് നോക്കി അയക്കണം. DC എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്, FC എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട്, അത് കൂട്ടി തന്നെ അയക്കണം. ചിലർ എഡിറ്റ് ചെയ്ത് ബില്ലും ഒക്കെ അയക്കും. നമ്പർ കാണണം, അതും കൂടെ കണ്ടാൽ മാത്രമേ നമുക്ക് ബുക്കിംഗ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇനി കാണിക്കുന്നത് മൊത്തം ഡബിൾ കോട്ടാണ്. ഫാമിലി കോട്ട് തീർന്നു. ഇവിടം തൊട്ട് ഇത് കാണിച്ചത് തൊട്ട് ഡബിൾ കോട്ടാണ്. ഇത് ഡബിൾ കോട്ടിന്റെ ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഒന്ന് കാണിക്കാം. ഇത്രയുണ്ട് വിഡ്ത്ത്. ഇത് താഴോട്ട് ലെങ്ത്ത് ഇത്രയും. അല്ല, ഡാർക്ക് കളർ വേണമെങ്കിൽ അത്. പിന്നെ വേറെ ഡിസൈൻ. ഇത്രയേ ഉള്ളൂ. ഇത് നൂർക്കാത്ത ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ 4ൽ 1 നൂർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം നൂർത്തിട്ടില്ല. ഇത് തന്നെയാണ് ഡിസൈൻ, അതുകൊണ്ടാണ്. ആഷ് കളർ കേട്ടോ, ബ്ലാക്ക് അല്ല, ആഷാണ്, ഡാർക്ക് ആഷ്. അതിൻ്റെക്കൂടെ ഒരു വൈറ്റ് കളറിലെ ലീഫ് ഡിസൈൻ. ഇതും പകുതിയെ നൂർത്തിട്ടുള്ള, ഇത്രയും കൂടെ ഉണ്ട്. ഇങ്ങോട്ട് നൂർത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് എടുത്ത് പൊക്കാനുള്ള ആംബിയൻസ് ഇല്ല. പാടെ നാക്കിനേ ഉള്ളു. വച്ച അഴുക്കാണോ? ഇതും പച്ചയാണോ? ചിരിച്ചു ചിരിച്ചു ചിരിച്ചു. സന്തോഷമായോ രമണ? രമണനല്ല, രമണി. ഇത് അടുത്തത് നല്ല ഓഫ് വൈറ്റ് അല്ല ക്രീം ഉള്ളൊരു ഷെയ്ഡ്. അതിൻ്റെ കൂടി ഈ ഡിസൈൻ നല്ല ഡിസൈൻസ് ആട്ടോ, നല്ല സുഖം കേട്ടോ. ഞാൻ 100% ഗ്യാരണ്ടി ആയിട്ട് തരുമല്ല, ഗ്യാരണ്ടി എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഉപയോഗിച്ച് നോക്കിയതും ബാക്കി സാധനങ്ങളെല്ലാം ഇപ്പോൾ സാരി ആട്ടെ, ചുരിദാർ സെറ്റാണ്, ഇതെല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടാണ്, നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായതുകൊണ്ടാണ്, എനിക്ക് അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ്. കാണിച്ചോന്നോ? ഇല്ല, കാണിച്ചു സോറി. ഫാമിലിയാണോ? ആണോ? ഓ ശരി, 2 എണ്ണത്തിനുണ്ടല്ലേ. ഇത് തന്നെ ഫാമിലി ഉണ്ട് കേട്ടോ. ഇതിന് തന്നെ ഫാമിലിയും ഡബിളും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഡിസൈന് മാത്രമേ ഫാമിലിയും ഡബിളും ഉണ്ടെന്നാ, പക്ഷെ ഇതിനും ഉണ്ട്, 2 എണ്ണത്തിനുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്മളെ. ഞാനിപ്പോൾ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വരുത്തുന്നതും നമ്മൾ ഈ ബെഡ്ഷീറ്റാണ്. കാരണം ഇതൊന്നും കൊണ്ടുപോയി തേടി വരും, പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇത്രയ്ക്ക് നല്ലതാണ്. ഓവറായിട്ടുള്ള കട്ടിയില്ലെന്നാൽ വിരിച്ചിട്ട് അവിടെ തന്നെ കിടന്നോളുകയും ചെയ്യും. ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് വൈറ്റ് ആഷ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇത് ഡബിളാണേ. അപ്പോൾ ബെഡ്ഷീറ്റ് തീർന്നു. ഇത്രയാണ് ബെഡ്ഷീറ്റ്. നിങ്ങൾക്ക് വേണ്ടവരെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം DC എന്നുള്ളത് ഡബിൾ കോട്ട്, FC എന്നുള്ളത് ഫാമിലി കോട്ട്. നിങ്ങൾക്ക് FC ആണ് വേണ്ടെങ്കിൽ DCയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കല്ലേ, അത് തന്നെ അയക്കണം. പിന്നെ വിലയുള്ളത് ഉൾപ്പെടെ ഉള്ളത് കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ, നമ്പരും കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇനി ബ്ലൗസ് വേണം. ക്രിസ്മസ് സ്പെഷ്യലാണ്. 4 ടൈപ്പേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇന്ന്, വെറും 4 ടൈപ്പ്. ഒത്തിരി, അതായത് ഒരു 10-20 കളറിൽ വരുന്നുണ്ട് പുതിയ ഡിസൈൻസുമായിട്ട് ബെഡ്ഷീറ്റ്. ഇത് ഒത്തിരി പേര് വന്നിച്ച് ബ്ലൗസ്, ബെഡ്ഷീറ്റ് അല്ല ബ്ലൗസാണ് വരുന്നത് 10-20 കളറിൽ. ഒത്തിരി പേര് വന്നിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ വിളിച്ച് എന്തോരം കോളാണോ വരുന്നത്, ഒരു രക്ഷയില്ലാതെ. ചുമ്മാ പറയുന്നല്ലോ കേട്ടോ, നമുക്കിത് ഭയങ്കര പാടാണ് മാനേജ് ചെയ്യാൻ. ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ നടക്കുള്ളൂ, അല്ലാതെ ഒന്നും പറ്റത്തില്ല. ഇത് കാര്യം സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മാനേജ് ചെയ്യണ്ടേ. ആദ്യത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലൗസ്. ഇത് സ്കിൻ ഫിറ്റ് ആണ്. ഇതിനെപ്പറ്റി ഒന്ന് ഞാൻ പറയാൻ കേൾക്കണം. ബെഡ്ഷീറ്റ്, ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത്, ബെഡ്ഷീറ്റിനോ ബ്ലൗസിനോ
റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ല. ബ്ലൗസിന് പ്രത്യേകിച്ചും ഇല്ല. ഇതിന് രണ്ടിനും നമ്മൾ ഡാമേജ് ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമാണ് വിൽക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ബ്ലൗസ് കാണിക്കുന്നത് എല്ലാം 44 സൈസാണ്. 44 മീൻസ് ഏത് സൈസിലുള്ളവർക്കും ഇതെടുക്കാം. 36 ആട്ടെ, 32 ആട്ടെ, 30 ആട്ടെ. ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞാലും ഭയങ്കര ഡൗട്ട്സ്. ഓർഡർ എടുക്കാനിരിക്കുന്ന ആൾ ഞാനല്ല, അവർക്ക് ഇത്രയും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. 44 സൈസ്, അതായത് ബ്രാ സൈസ് അല്ല. വീണ്ടും ഞാൻ പറയാം, 44 സൈസ് ബ്രാ സൈസ് അല്ല. നമ്മുടെ ചുരിദാറിൻ്റെ XL, XXL എന്നുള്ള ആ XXL സൈസിലുള്ള സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പം നിങ്ങൾ ചോദിക്കും, 44 സൈസുള്ള ഒരാൾ, 44 സൈസുള്ള ഒരു ബ്ലൗസ് 30 സൈസുള്ള ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ലൂസ് ആകത്തില്ലെന്ന് ചോദിക്കും. ഒന്നാമത്തെ ഉത്തരം, ഇത് സ്കിൻ ഫിറ്റ് ആണ്. സാമാന്യേന നമ്മുടെ അളവിനനുസരിച്ച് ഇത് വിരിഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഇതിന് നിങ്ങൾക്ക് ഇച്ചിരി ലൂസാന്ന് തോന്നുന്നതാണെങ്കിൽ ഇവിടെ ഒരടിപ്പ് കൊടുത്താൽ മാത്രമേ, നിങ്ങളുടെ അളവ് എടുത്തിട്ട് അതിനുള്ള ഒരു അടിപ്പ് കൊടുത്താൽ മാത്രം എടുത്ത് പണിയാൻ വേണ്ടി വരുന്നത്. 44 സൈസിന്, അതായത് XXL സൈസിന് മേളിലോട്ടുള്ള ആൾ എടുക്കണ്ടെന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ പറയുന്ന പോലെ എൻ്റെയൊക്കെ ലാർജിനും XL-നും ഇടയ്ക്കാണ് സൈസ് എന്ന് പറയുക. അങ്ങനെ സൈസ് ആണെങ്കിൽ എടുത്തോ. 42-നും 44-നും ഇടയ്ക്ക്, അല്ലെ 44-ന് തൊട്ട് ഇച്ചിലൂടെ ഒക്കെ ആണെങ്കിൽ എടുത്തോ. കാരണം ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെ, കൈയുടെ വണ്ണത്തിൻ്റെ ഷോൾഡർ ലെങ്ത്, ഷോൾഡറിൻ്റെ വിരിവ്, ചെസ്റ്റിൻ്റെ വിരിവ്, ഇതെല്ലാം വ്യത്യാസമായിരിക്കും 44 സൈസുള്ള ഒരു 5 പേരെ എടുത്ത് നോക്കിയാലും. അതുകൊണ്ട് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചെടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് സ്കിൻ ഫിറ്റാണ്. നമ്മളുടെ ശരീരത്തിനനുസരിച്ച് ഇത് ഇതായിട്ട് വരും. നമ്മുടെ വണ്ണം കൂടുതലാണ്, ഇതിന് ബ്ലൗസിന് ഇച്ചിരി വണ്ണം കൂടുതലാണെങ്കിൽ നമുക്കിത് ഓൾട്ടർ ചെയ്തെടുക്കാം. വണ്ണം കുറവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ വലിഞ്ഞു വരും. ക്രിസ്മസ് സ്പെഷ്യൽ നല്ല ബ്ലൗസാണ് കേട്ടോ. ഇത് ഇത്രയും പെർഫെക്ഷനാണ്, ഇത്രയും ഫിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് ഉണ്ടാകത്തില്ല. അതിനകത്ത് വെച്ചാൽ ആ ഫിറ്റിംഗ് ആണല്ലോ നമുക്ക് ബ്ലൗസിൻ്റെ എപ്പോഴും അതിൻ്റെ മെറ്റീരിയലിനെ കഴിഞ്ഞ് എന്തിനെ കഴിഞ്ഞ് തയ്ച്ചാൽ ഒക്കണം. അത് ഫിറ്റിങ്ങിനാണ് അതിനകത്ത് കൂടുതൽ ഇരിക്കുന്നത്. അത് കറക്റ്റായിട്ട് കിട്ടും. ഇത് വെൽവെറ്റാണ്. എന്നുകൊണ്ട് ഭയങ്കര കടുത്ത വെൽവെറ്റല്ല, ഒരുമാതിരി അത്യാവശ്യം കൂട്ടിയ ഈ റേറ്റിന് എത്രത്തോളം വെൽവെറ്റിൻ്റെ മീറ്ററിൻ്റെ വില നിങ്ങൾക്ക് അറിയാലോ. അപ്പം അത്രയും കൂടിയ വെൽവെറ്റൊന്നും അല്ല, പക്ഷെ വെൽവെറ്റ് പോലെ തന്നെ ഒരു ഭയങ്കര സോഫ്റ്റി ആയിട്ട് എടുത്ത് നിൽക്കുന്ന കളർ വരുന്ന ഒരു ഇതാണ്. മെറൂണാണ് കളറ്. ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് പോലെ തോന്നും. ഇവിടുന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഡാർക്ക് മെറൂൺ, ഇവിടെ ലൈറ്റ് മെറൂണോ, പക്ഷെ ഫുള്ള് ഇത് ഡാർക്ക് മെറൂണാണ്. ഇതാണ് അതിൻ്റെ പ്രിൻറ്റ്. ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ റെഡും വൈറ്റും മാത്രമേ കാണിക്കുന്നുള്ളേ. ഈ ഒരു സൈസാണ് ഇന്നത്തേത് കാണിക്കുന്നത്. നാളത്തെ കഴിഞ്ഞ് കാണിക്കുന്നത് ഇഷ്ടം പോലെ കളേഴ്സ് കാണിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കളേഴ്സ്. അതൊന്ന് സെറ്റാക്കി വരാതെ എടുത്തങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇതുണ്ട്, വൈറ്റ്. 44 സൈസിന് മേളിലോട്ടുള്ളവർ അവനവൻ്റെ റിസ്ക്. കേട്ടില്ല? ഇത് വെൽവെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് വെൽവെറ്റ് ആണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ്, പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ട് ഇത് വെൽവെറ്റ് ആണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം എടുത്ത് അറിയത്തില്ല വെൽവെറ്റ് ആണോ അല്ലയോ എന്ന്. ആ വെൽവെറ്റ് മെറ്റീരിയൽ ഇങ്ങനെ സ്റ്റഫെ തൊടുമ്പോൾ വെൽവെറ്റിൻ്റെ ഫീലാണ്. ഇവിടെ ഇങ്ങനെ തൊടുകയല്ലേ, തൊട്ട് നോക്കുമ്പോൾ വെൽവെറ്റെ തൊടുമ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ് അല്ലേ, അതുണ്ട്. പക്ഷെ കാണുമ്പോൾ വെൽവെറ്റ് ആണെന്ന് ഇത്രയും തോന്നുന്നില്ല. 44 സൈസിനും ഏത് സൈസിനും മേളിലോട്ടുള്ളവരും അവനവൻ്റെ കോൺഫിഡൻസിൽ അവനവൻ്റെ കോമൺ സെൻസ് വെച്ചേ എടുക്കാവുള്ളൂ. വിദ്യ അങ്ങനെ പറഞ്ഞു, വിദ്യ ഇങ്ങനെ പറഞ്ഞ് എടുക്കരുത്. കാരണം എനിക്ക് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഇപ്പം എൻ്റെ സൈസ് XL ആണെങ്കിൽ XL സൈസുള്ള എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾ പരീക്ഷണാർത്ഥം എടുക്കുകയോ അല്ലാതെ എടുക്കുകയോ എങ്ങനെ എടുത്താലും ഇതിനകത്ത് പിന്നെ ഒരു ഫർദർ സംഭവങ്ങൾക്ക് ഈ കമ്പനി ഉത്തരവാദിയല്ല. പക്ഷെ എനിക്കറിയാൻ പറഞ്ഞില്ലേ, ബ്ലൗസ് കാണിച്ചത് അബദ്ധമായി പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയ്ക്ക് മുഴുവൻ 90% എൻക്വയറി വരുന്ന ബ്ലൗസിനെ പറ്റി ചോദിച്ചാൽ. കോളാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് വാട്സപ്പ് കോൾ നമ്മൾ എടുക്കത്തില്ല കേട്ടോ. നമ്മൾ വാട്സപ്പ് നിങ്ങൾ മെസ്സേജ് അയക്കുള്ളൂ കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും മെസ്സേജ് അയച്ചു. വാട്സപ്പ് കോൾ ഇപ്പോൾ ഈ ബ്ലൗസ് 2 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് മറുപടി വന്നില്ല, അപ്പോഴേ വിളിയാണ്. അതിപ്പോൾ നമുക്കത് ഭയങ്കര വേറെ ഒന്നുമല്ല, നമ്മളത് വിൽക്കാൻ തന്നെ ഇരിക്കുന്ന കേട്ടോ. അല്ലാതെ ഞാൻ മോശപ്പെടുത്തി പറയുന്നല്ല, കൈകാര്യം ചെയ്യണ്ടേ. ഈ അവലാതെയും പരിവേദന ഒക്കെ പറഞ്ഞില്ല, ഇച്ചിരിയൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുള്ളൂ. മനസ്സിലുള്ളതിൽ ഇറക്കി വിടണം എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും കരച്ചിലാണെങ്കിലും ചിരിയാണെങ്കിലും എല്ലാം ഇറക്കി വിടണം. ചിരി വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ചുമ്മാ എനിക്കൊരു മടിയില്ല. എവിടെ നിന്ന് ചിരി, എനിക്ക് ചിരി വന്നാൽ ചിരിക്കും, കരച്ചിട്ട് വന്നാൽ ഞാൻ കരയും.
ഞാൻ വലിയ ഗേമിയാന്നല്ല കേട്ടോ പറഞ്ഞത്, ഇനി അത് പറയുന്നു. ബഹുജനം പലവിധം. അപ്പോൾ അടുത്ത ദിവസം ബെഡ്ഷീറ്റ് ബ്ലൗസിൻ്റെ നാളത്തെ കഴിഞ്ഞായിരിക്കാം വീഡിയോ. നാളെ ഒന്ന് സെറ്റാക്കിയിട്ട് ചിലപ്പോൾ നാളെ കാണിക്കില്ല, നാളത്തെ കഴിഞ്ഞേ കാണിക്കുള്ളൂ. ബ്ലൗസ് വന്നു, പക്ഷെ സെറ്റാക്കണം, അതിന് നല്ല പണിയുണ്ട്. പിന്നെന്താ, എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസമില്ലേ, മിക്കവാറും നാളെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള കുർത്തീസിൻ്റെ ഓഫർ സെയിലായിരിക്കും, കുർത്തീസിൻ്റെ സാരീസിൻ്റെ കാണണം കേട്ടോ. താങ്ക് യു.